CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാലാണ് തീരുന്നത്. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും. അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ. എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത്? ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയക്കാരൻ പോട്ടെ, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമോ? അല്ല, ഈ സ്ത്രീപക്ഷം ഇടതുപക്ഷ പുരോഗമനമൊക്കെ പറയുന്ന ആർഎംപിക്കാർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, വടകരയിൽ ഇത്തവണത്തെ പ്രചരണം ആ ഒരു സുഖമില്ല. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത അത്രയും മോശമായ രീതിയിലാണ് പ്രചരണം നടന്നത്. വർഗീയത വിഷയമായി, ഇത്തരത്തിൽ ഈ പോണോ സാധനങ്ങൾക്ക് വിഷയമാകുന്നു, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വിഷയമാകുന്നു. ഒരു 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 മൊത്തത്തിലൊരു സുഖമില്ല. ഒരു തരത്തിൽ മറ്റൊരു മണ്ഡലത്തിലും പ്രചരണം ഇങ്ങനെയായിരുന്നില്ല. മൊത്തം സബ് സ്റ്റാൻഡേർഡായി പോയി. ഒരു നിലവാരമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പറഞ്ഞ മാതിരി ഈ കാര്യങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വിശദീകരണ യോഗം വെച്ചപ്പോൾ ഇങ്ങനെയും എന്തായാലും ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചു. കാരണം ഞാൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന 13 കൊല്ലം കേരളത്തിലെ MLA ആള് കൊടും വിഷമാണെന്ന് DYFയുടെ നേതാവ് ഒന്ന് പ്രസംഗിച്ചത്. ചെറിയ നേതാവല്ല, വലിയ അഖിലേന്ത്യാ നേതാവാണ്. അപ്പൊ എല്ലാവരുടെ കാര്യത്തിലും ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതാണ്. വാക്കുകളൊക്കെ നന്നായി നോക്കി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റ് വന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട്. ഞാൻ ഭാവിയിൽ അതേക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കൂടി വിശദമായിട്ട് ചെയ്യാം. പിന്നെ അതിന് കൂടുതൽ വിശദീകരണം വേണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആരെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒരു നിലപാട് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊരു സെലക്റ്റീവായ ഒരു സംഗതിയാണ്. മറ്റു പലരുടെ കാര്യത്തിൽ കാണിക്കാത്ത ഒരു ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹരിഹരൻ പെട്ടെന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഇത്? ഒരിക്കലല്ല. ഹരിഹരനെ പോലൊരു ആൾക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചിട്ട് എളുപ്പം തടിയൂരാവുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് അങ്ങനെ സ്വമേധയാ പ്രകടിപ്പിച്ചു എന്നല്ല. വേറെ വഴിയില്ല. ഇത്രയും രൂക്ഷമായ രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ പൊതുസമൂഹത്തിൽ നിൽക്കാൻ പറ്റും? RMB എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറ്റുമോ? RMBയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ദിനം. RMB നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMBയുടെ അഭിപ്രായം. അത് തെറ്റായൊരു പ്രയോഗമായിരുന്നു. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത്. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ പരിപാടിയുടെ സംഘാടന നിലക്ക് ആ പരാമർശം ഏതെങ്കിലും സഹോദരയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. അല്ല, ഇപ്പോൾ എൻ്റെ ഒരു തോന്നല് ഈ വിഷയം തീരില്ല എന്നാണ്. വളരെ സജീവമായിട്ട് തന്നെ ഇടത് ചർച്ചയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തുറന്ന ഇതേ കാണാനുള്ളൂ. ഹരിഹരൻ പ്രസംഗം. ശരിയാ. ശരിക്കും കാലം ഒരുപാട് മാറിയില്ലേ? ഈ ദ്വയാർത്ഥ പ്രയോഗവും സ്ത്രീ വിരുദ്ധതയും ഈ ഇക്കിളിപ്പെടുത്തുന്ന ഡയലോഗും അതൊന്നുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം. എല്ലാവരും വളരെ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അങ്ങനെയുള്ള കാലത്ത് ഹരിഹരനെ പോലൊരാൾ ഇത്ര പറയുന്നുള്ള സാധാരണ രീതിയിൽ കുറച്ചുകൂടി സെൻസിബിളായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഹരിഹരൻ. പക്ഷെ ഇന്നത്തെ നോക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത. അതിലിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ രാഷ്ട്രീയം എത്ര തേച്ച് മിനുക്കിയാലും ഈ സ്ത്രീ വിരുദ്ധതയൊക്കെ അവിടെ തന്നെ കിടക്കും എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? അല്ല, ഈ CPM വിരുദ്ധത മാത്രമല്ല നവരാഷ്ട്രീയം എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ പഴുകി നാറിയ രാഷ്ട്രീയ വിഴുപ്പിലൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ ഈ പുതിയ രാഷ്ട്രീയം പറയുന്ന ഒരു ജനത ഇതൊക്കെ കാണുന്നുണ്ട്. അതിവർ മനസ്സിലാക്കണ്ടേ? എനിക്കത്ര പറയാനുള്ളൂ ഇക്കാര്യം. ഈ സ്ത്രീകൾക്കെതിരെ എന്തും പറയാന്നുള്ളൊരു ബോധമുണ്ടല്ലോ പുരുഷന്മാർക്ക്. അത് മനസ്സൊന്ന് മാറ്റാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഇത്തരക്കാരോട് നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള ധാരണ വേണ്ട. പൊതുസമൂഹം ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു സ്കാനറിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഓരോ വ്യക്തിയും വിധേയമായിക്കൊണ്ടിരിക്കും. അത് KS ഹരിഹരനായാലും ആരായാലും. ഇതെല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. എല്ലാവർക്കും